ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 3 ടൈപ്പ് മിസ്റ്റ് നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസ്സിൽ പിടിക്കുന്നുണ്ട്. ഈ ഗ്ലാസ് താക്കോ അല്ലെങ്കിൽ ഡോറ് തുറക്കോ ചെയ്യുന്ന സമയത്ത് പിന്നെ ഭയങ്കര മിസ്റ്റായിരിക്കും. അതായത് വാഹനം ഈ തണുപ്പും ചൂടും കൂടെ അങ്ങ് മിക്സ് ആകുമ്പോഴാണ് പെട്ടെന്ന് മിസ്റ്റ് കയറി പിടിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, അകത്ത് പിടിക്കുന്ന മിസ്റ്റ് പൊക്കോളും, പുറത്തല്ല. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷൻ. നമ്മുടെ വാഹനങ്ങളിലെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ മിസ്റ്റ് പിടിക്കുന്നൊരു പ്രധാന പ്രശ്നമാണ്. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാൽ മിസ്റ്റ് പോകുന്നില്ല. കാരണം ഞാൻ കുറച്ച് നാളായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. കാരണം എന്തൊക്കെ ചെയ്താൽ ഇത് മാറ്റാൻ സാധിക്കും. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഗ്ലാസ്സിലോട്ട് ഹീറ്റിൻ്റെ അങ്ങോട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ തണുപ്പ് ഗ്ലാസിൻ്റെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ മാറും. എന്നാൽ ഇതൊന്നും അല്ലാതെ തന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ പുറത്തും അകത്തും അല്ലാത്ത രീതിയിൽ തന്നെ ഒരു മിസ്റ്റ് പോലെ പലർക്കും, ഇപ്പം എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല, പലർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം എനിക്കും പേഴ്സണലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി കിട്ടാൻ വേണ്ടി ഞാൻ കുറേ ദിവസമായിട്ട് രാത്രി മഴയത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും ക്യാമറ എൻ്റെ കൈ കാണും. കാരണം അത് കിട്ടിക്കഴിഞ്ഞ് അത് കളയാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ക്യാമറ എൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടു നടന്ന് ആ ഒരു വിഷ്വൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാര്യം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മിസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച്. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, നമുക്കിത് പൂർണ്ണമായിട്ട് മിസ്റ്റിനെ കളയാൻ സാധിക്കും. അതായത് ഇനി മുമ്പോട്ട് ഇത് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ പറഞ്ഞ സൊല്യൂഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കുമോ? ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാൻ എല്ലാവരോടും പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explore. ഞാൻ ഇന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് ആരും സ്കിപ്പ് ചെയ്ത് കാണുക, അല്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവത്തില്ല. കാരണം ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈസ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിന് മിസ്റ്റിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. എത്ര ടൈപ്പ് മിസ്റ്റ് ഉണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 3 ടൈപ്പ് മിസ്റ്റ് നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസ്സിൽ പിടിക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്. കുറച്ച് നാൾ ഇതിൻ്റെ പുറയിൽ ഈ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറച്ച് ഓടി. അതായത് ഈ ഒരു ടോപ്പിക്കിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടി ഓരോ മിസ്റ്റും ഞാൻ നോക്കി. അതായത് 3 ടൈപ്പ് മിസ്റ്റാണ് ഫോം ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസിന് പുറത്ത്, അതായത് വിൻഷീൽഡ് ഗ്ലാസിൻ്റെ പുറത്തെ സൈഡിൽ, നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസിനകത്ത്. 3, നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസിന് ഇടയ്ക്ക്, അതായത് ഫ്രണ്ടിലും അല്ല ബാക്കിലും അല്ല, 2 ഗ്ലാസിൻ്റെ അപ്പുറം ഇപ്പുറം അല്ലാതെ ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് മിസ്റ്റ് പിടിക്കുന്നൊരു പ്രോബ്ലം ഉണ്ട്. ഇത് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ സെൻട്രൽ പോർഷനിൽ മിസ്റ്റ് പിടിക്കുന്ന കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് കമൻറ്റ് ഇടുക. കാരണം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വൈപ്പർ ഇട്ടാലും പോകത്തില്ല, AC ഇട്ടാലും ആ മിസ്റ്റ് പോകുന്നതായിരിക്കത്തില്ല. അപ്പം ഈ 3 ടൈപ്പ് മിസ്റ്റാണ് നമ്മുടെ വാഹനങ്ങളിലെല്ലാം മെയിനായിട്ട് വരുന്നത്. എങ്ങനെയാണ് മിസ്റ്റ് ഫോം ചെയ്യുന്നത്? നമുക്ക് ആദ്യം തന്നെ നോക്കാം എങ്ങനെയാണ് മിസ്റ്റ് ഫോം ചെയ്യുന്നതെന്നുള്ളത്. മിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിന് ഉച്ച സമയത്ത് മിസ്റ്റ് പിടിക്കത്തില്ല. ഒന്നെങ്കിൽ രാവിലെ, അതായത് അതിരാവിലെയോ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ മഴയൊക്കെ ഉള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ മിസ്റ്റ് പിടിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, മഴയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ മിസ്റ്റ് പിടിക്കുന്നത്. പക്ഷേ മഴയില്ലാത്ത സമയത്ത് മിസ്റ്റ് പിടിക്കുമെന്ന് വെച്ചാൽ പിടിക്കും. നമ്മൾ ഹൈ റേഞ്ച് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൽ മിസ്റ്റ് പിടിക്കും. പക്ഷേ ഗ്ലാസ് അടച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, AC ഇട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും കാണിക്കത്തില്ല. എന്നാൽ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഗ്ലാസ് താക്കോ അല്ലെങ്കിൽ ഡോറ് തുറക്കോ ചെയ്യുന്ന സമയത്ത് പിന്നെ ഭയങ്കര മിസ്റ്റായിരിക്കും. അതായത് വാഹനത്തിൽ ഭയങ്കര മിസ്റ്റ് കയറും. നമുക്കത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാലും അത് കളയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് ആദ്യം ചെയ്യാൻ സാധിക്കുന്നത്? അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മിസ്റ്റ് പിടിക്കുന്നത് എപ്പോഴും തണുപ്പുള്ള സമയത്താണ്. അപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ രാത്രി അല്ലെങ്കിൽ മഴയുള്ളൊരു സമയത്ത് ആദ്യം മാനുവൽ AC അല്ലെങ്കിൽ മാനുവൽ ACയിൽ എങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് ചെയ്യേണ്ടതെന്നുള്ള ജസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഉഗ്രം ചൂടാണ്, അതുകൊണ്ട് ഈ സമയത്ത് മിസ്റ്റ് കാണിക്കത്തില്ല. എന്നാൽ കാണിക്കാൻ വേണ്ടി എനിക്ക് പകൽ കിട്ടുന്നൊരു ദിവസം, അതായത് ഞാൻ പറഞ്ഞൊരു സൺഡേ ആയതുകൊണ്ടാണ് ഇന്ന് തന്നെ അത് തീർക്കാമെന്ന് വിചാരിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നോബ് വരുന്നത്. അപ്പം ഈ നോബ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് പറഞ്ഞു പോയേക്കാം. കാരണം ഇത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബ്. ഇത് നമ്മുടെ ACയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഇത് പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുഖത്തും കാലിലും, പിന്നെ കാലിൽ മാത്രം. പിന്നെ ഡീഫോഗർ മോഡ്, അതായത് നമ്മുടെ ഏറ്റവും മേളത്തെ ഈ ഒരു പോർഷൻ വഴി എയർ വരാൻ വേണ്ടിയിട്ട് ഒക്കെ ഉള്ള ഒരു മാറ്റാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റാണ്. പിന്നെ ഈ കൊടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം ടോപ്പ് എൻ്റെ വേരിയൻസിനൊക്കെയാണ് ഈ ഒരു സ്വിച്ച് വരുന്നത്. റിയർ ഡീഫോഗറാണ് വരുന്നത് ACയുടെ സ്വിച്ച്. പിന്നെ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്, ഇത് ഔട്ട്സൈഡ്, ഇത് ഇൻസൈഡ്. ഈ ഔട്ട്സൈഡും ഇൻസൈഡും സർക്കുലേഷൻ മാറ്റുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതിനുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്തൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഒരു ലിങ്കും കൂടെ ഇട്ടേക്കാം. അതും കൂടെ ഒന്ന് ജസ്റ്റ് പോയി കാണുക.
അപ്പം നമുക്ക് ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ രാത്രി വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ, അതായത് അറ്റ് പ്രസൻറ്റ് നമ്മൾ വാഹനത്തിൽ കയറി കഴിയുമ്പോൾ നല്ല മഴയുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ സൈഡ് ടെമ്പറേച്ചർ കാണിക്കത്തില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രിയാണ് വാഹനം എടുക്കുന്നതെങ്കിൽ ഏകദേശം ഈ ഒരു പൊസിഷനിൽ വരെയെങ്കിലും കൊണ്ടിടുക. അതായത് ഞാൻ ഈ കാണിച്ചതുപോലെ ഏകദേശം ഈ ഒരു പൊസിഷനിൽ നമ്മുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിടണം. ഇത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 17 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് നമുക്കിപ്പം നിലവിൽ ഇത് ഫുള്ള് ബ്ലൂവിൽ ഏറ്റവും താഴെയാണെന്നുണ്ടെങ്കിൽ ആകുന്നത്. എന്നാൽ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ 22-24 വരെയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഈ ഒരു കണ്ടീഷനിൽ ഇട്ടാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ, പുറത്ത് എങ്ങനെയാണെങ്കിലും ഒരു ഏകദേശം ഒരു 24-25 ഒക്കെ ആയിരിക്കും രാത്രി സമയത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 23 ആ റേഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പം ഈ ഒരു കണ്ടീഷനിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഓടിക്കുമ്പോൾ, നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണ്, അതായത് തണുപ്പില്ല, തണുപ്പ് കുറവാണ്, കുറച്ചുകൂടെ തണുപ്പ് വേണം തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ താഴോട്ട്, അതായത് ബ്ലൂവിലോട്ട് കുറച്ചുകൂടെ ഒന്ന് താത്തി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. സാധാരണ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷനിലിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ബ്ലോവർ ഫാൻ സ്പീഡ് ഒരു 1 ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു 1 നോർമൽ ഇൻസൈഡ് സർക്കുലേഷൻ നമ്മുടെ ഫേസിലോട്ട് തന്നെ ഉള്ള രീതിയിൽ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വാഹനം എടുക്കുമ്പോൾ തന്നെ, അതായത് മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ മിസ്റ്റ് പിടിക്കുമ്പോഴോ അല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യേണ്ടത്. ഇത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൽ മിസ്റ്റ് പിടിക്കത്തില്ല. അത് 100% നമുക്ക് ഗ്യാരണ്ടി ഉള്ളൊരു കാര്യമാണ്. കാരണം ഞാനിത് ചെയ്ത്, എൻ്റെ ഈ വാഹനത്തിൽ തന്നെ ഞാനത് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമുക്കത് നോക്കുകയാണെങ്കിൽ പക്കയായിരിക്കും. അതായത് 100% വാഹനം വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് നമ്മൾ വാഹനം ഓടിച്ചാൽ ഗ്ലാസ്സിൽ മിസ്റ്റ് പിടിക്കത്തില്ല. പിന്നെ പിടിക്കാൻ സാധ്യത ഇനി എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞതുപോലെ ഇട്ടിരിക്കുന്നത് പുറത്തെ ടെമ്പറേച്ചറിനെ അപേക്ഷിച്ച് ഒത്തിരി കുറവാണ്. അതായത് ഞാനിപ്പം തുടക്കത്തിൽ എനിക്ക് ഇത്രയും തണുപ്പ് വേണം, ഞാൻ ആ ഒരു തണുപ്പിൽ തന്നെ ഇട്ടു. അപ്പം നമുക്ക് മനുഷ്യൻ്റെ കാര്യമാണ്, എത്ര തണുപ്പ് വേണമെന്നുള്ള ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടത്തിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിൻ്റെ ഡോറ് തുറക്കുകയോ അല്ലെങ്കിൽ ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, അതായത് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ആരെങ്കിലും വാഹനത്തിൽ കയറാൻ വേണ്ടി ഡോറ് തുറക്കുന്നു, ഡോറ് തുറന്ന് അവർ കയറി വരുമ്പോൾ പുറത്ത് തണുപ്പ് വളരെ കുറവായിരിക്കും, അകത്ത് തണുപ്പ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ പുറത്തെ ചൂടും കൂടി അകത്തോട്ട് കയറും. ഈ ചൂട് കയറുന്ന സമയത്താണ് മിസ്റ്റ് ഫോർമേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് മിസ്റ്റ് പിടിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ നല്ല വാഹനത്തിനകത്ത് നല്ല തണുത്തിരിക്കുകയായിരിക്കും, പുറത്തെ ടെമ്പറേച്ചർ അത്ര ഇതായിട്ട് ഫീൽ ചെയ്യത്തില്ല. ഇത് ഡോറ് തുറന്ന് കയറി വരുമ്പോൾ ഈ തണുപ്പും ചൂടും കൂടെ അങ്ങ് മിക്സ് ആകുമ്പോഴാണ് പെട്ടെന്ന് മിസ്റ്റ് കയറി പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മിസ്റ്റ് പിടിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുക. ഫുള്ള് ഹീറ്റ് ചെയ്യുക, സ്പീഡ് ഏകദേശം 4 കൊണ്ടുവരിക, ഒന്ന് ഔട്ട്സൈഡ് സർക്കുലേഷൻ ഇടുക, എന്നിട്ട് നമ്മുടെ ഡീഫോഗർ മോഡിലോട്ട് കൊണ്ടുവരിക. ഈ പറഞ്ഞ ഒരു കണ്ടീഷനിൽ ഏകദേശം ഒരു 15 തൊട്ട് 20 സെക്കൻഡ് വരെ നമ്മൾ ഇട്ടേക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഒരാൾ ഡോറ് തുറന്ന് കയറി കഴിയുമ്പോൾ ഇതുപോലെ മിസ്റ്റ് പിടിച്ചാൽ മാത്രം. ഇത് കഴിഞ്ഞ് ഒരു 20 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇത് തിരിച്ച് നോർമൽ, ബാക്ക് ടു നോർമൽ, ഇതും ബാക്ക് ടു നോർമൽ, ഇതും ബാക്ക് ടു നോർമൽ. ഇത് മാത്രം നമ്മുടെ ഏകദേശം ഈ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കണം. ഒറ്റയടിക്ക് നമ്മൾ ഫുള്ള് തണുപ്പാക്കരുത്. ഈ ഒരു പൊസിഷനിൽ വന്ന് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റ് പോയിരിക്കും. 100% നമ്മുടെ ആ മിസ്റ്റ് പോയിരിക്കും. ഇത് കഴിയുമ്പോഴത്തേക്കും നല്ല മഴയത്ത് ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പം വൈപ്പർ ഇടുന്ന സമയത്ത് നമുക്കറിയാം, പുറത്ത് മിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വൈപ്പർ ഇട്ട് കഴിയുമ്പോൾ പുറത്ത് അത് ക്ലീനായി പൊക്കോളും. പുറത്താണ് മിസ്റ്റ് പിടിക്കുന്നതെങ്കിൽ ഈ ഗ്ലാസ്, നമുക്ക് ഈ കാണുന്ന ഈ ഗ്ലാസിൻ്റെ പുറത്താണ് മിസ്റ്റ് പിടിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തണുപ്പ് ഫുള്ള് കൂട്ടിയിടുക, തണുപ്പിടുക, സ്പീഡ് ഏകദേശം ഒരു 3 ഇടുക, എന്നിട്ട് നമ്മുടെ ഡീഫോഗർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അകത്തുള്ള മിസ്റ്റ് പൊക്കോളും. അകത്തെ ഗ്ലാസ്സിൽ പിടിക്കുന്ന മിസ്റ്റ് പൊക്കോളും. എല്ലാവരും ശ്രദ്ധിക്കുക, അകത്ത് പിടിക്കുന്ന മിസ്റ്റ് പൊക്കോളും, പുറത്തല്ല, അകത്തെ ഗ്ലാസ്സിൽ പിടിക്കുന്ന മിസ്റ്റ് പൊക്കോളും. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇത് രണ്ടിലും പെടാത്ത നടുക്കുള്ള പോർഷനിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ ഒന്ന് എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഈ അകത്ത് അല്ല പുറത്തുമല്ല നടുക്ക് മിസ്റ്റ് പിടിക്കുമെന്ന് പറഞ്ഞാൽ അതെന്താ സംഭവം. ഞാൻ രാത്രി എടുത്തൊരു വീഡിയോ ഉണ്ട്, അതിപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, കണ്ടിട്ടൊന്ന് പറയാം. നമുക്ക് ഈ ഗ്ലാസ്സിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഈ ഒരു മിസ്റ്റ്, ഇതിപ്പം വൈപ്പർ ഇട്ട് കഴിഞ്ഞാലും ക്ലിയർ ആകത്തില്ല. കാരണം വെട്ടം അടിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അവിടുന്ന് വണ്ടി വരുമ്പോൾ മിസ്റ്റ് ഗ്ലാസ്സിൽ പിടിച്ചിരിക്കുന്ന ഈ ഒരു മിസ്റ്റ്
ഇപ്പം നമ്മൾ ഈ കണ്ട ആ ഒരു മിസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹീറ്റ് നമ്മൾ യൂസ് ചെയ്യണം. അതിനാണ് ശരിക്കും നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിലും അല്ല അകത്തെ ഗ്ലാസ്സിലും അല്ല ഇത് പിടിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സിന് ഇടയ്ക്കുള്ളൊരു പോർഷൻ, അതായത് ഗ്ലാസിൻ്റെ അകത്താണ് ഇത് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു മിസ്റ്റ് നമുക്ക് ക്ലിയർ ആകാത്തത്. ഇപ്പോൾ ഒരു വെട്ടം അടിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വാഹനം ഓടിക്കാൻ. ഇപ്പം നമ്മൾ ഈ പോയതുപോലെ ഇപ്പം നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ ഞാനത് ഹീറ്റിലോട്ട് മാറ്റി, നമ്മൾ ഈ കാണിച്ചതുപോലെ തന്നെ ഹീറ്റിലോട്ട് മാറ്റി ഒരു 10 സെക്കൻഡ് അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി. പിന്നെ ആ പ്രോബ്ലം കാണിക്കുന്നില്ല. ഇത് എൻ്റെ ഗ്ലാസ്സിൽ ഇപ്പോൾ ലൈറ്റ് അടിക്കുന്ന ബാക്കിലത്തെ മിററിൻ്റെയാണ്. ഇപ്പോൾ അത് മാറി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഗുണമാണ്, മോഹം കാണാൻ സാധിക്കും അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ രാത്രിയൊക്കെ വാഹനം ഓടിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ മിസ്റ്റിൻ്റെ പ്രശ്നം കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അത് ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, ഹീറ്റിലോട്ടൊന്ന് മാറ്റിയിട്ട് ഒരു 10 സെക്കൻഡ് മാത്രം സ്പീഡ് കൂട്ടി ബ്ലോർ നിന്നിട്ട് നമ്മുടെ ഗ്ലാസിൻ്റെ പൊസിഷനിലോട്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഓടിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. പിന്നെ ഈ ഒരു പറഞ്ഞ രീതി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ പിന്നെയും ഇതുപോലെ നല്ല തണുപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം ഫീലിംഗ് നമുക്ക് കിട്ടും. അന്നേരം ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ ടെമ്പറേച്ചർ കുറച്ചൊന്ന് കയറ്റി വെച്ച്, അതായത് കയറ്റി വെക്കുകയെന്ന് ഉദ്ദേശിക്കുന്നത് ആ ബ്ലൂവിൻ്റെ അങ്ങറ്റം വൈറ്റിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ വെച്ച് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഈ നടുക്ക് പിടിക്കുക എന്നുള്ള ഇത് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് വിത്ത് പ്രൂഫാണ് എല്ലാവർക്കും കാണിച്ചു തന്നെ. ഞാൻ പുറത്തും തുടച്ച് നോക്കി അകത്തും തുടച്ച് നോക്കിയിട്ട് അത് പോകുന്നില്ല. ഇത് വൈപ്പർ ബ്ലേഡിൻ്റെ കംപ്ലയിൻ്റ് അല്ല, നമ്മുടെ ഗ്ലാസിൻ്റെ കംപ്ലയിൻ്റ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മിസ്റ്റ് പിടിക്കുന്ന ഒരു നോർമൽ ഫിനോമിനൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചതുപോലെ തന്നെ ഒന്ന് ഹീറ്റ് ചെയ്യുക. അപ്പം ഈ ഹീറ്റ് ചെയ്യുന്നതിൻ്റെ കേസ് ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹീറ്റ് ഇടേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചാൽ മതി, ഹീറ്റ് വേണം. അന്നേരം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ AC ഓഫ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ ഹീറ്റ് ചെയ്ത് കുറച്ച് നേരം വാഹനം ഓടിച്ചതിന് ശേഷം അത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഒത്തിരി തണുപ്പാക്കരുത്. ഏകദേശം ഒരു നോർമൽ ടെമ്പറേച്ചറിൽ വിത്ത് സ്പീഡ് കുറച്ച്, ഇപ്പം വാഹനത്തിൻ്റെ പുറയിലും ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-ലിടുക, വാഹനത്തിൻ്റെ പുറയിൽ ആൾക്കാരില്ലെന്നുണ്ടെങ്കിൽ 1-ലിട്ടുകൊണ്ട് നമ്മുടെ നോർമൽ മോഡിൽ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മിസ്റ്റ് പിടിക്കത്തില്ല. ഈ മിസ്റ്റ് പിടിക്കുന്ന അതുപോലെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം രാത്രി ഹൈ റേഞ്ച് കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് റോഡ് കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വളരെ ബുദ്ധിമുട്ടാണ് വാഹനം ഓടിക്കാൻ വേണ്ടത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനിയും ഇതുപോലെ കുറേ ആഡ് ഓൺസ്, കാരണം ഇതിനെക്കുറിച്ച് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓരോ ദിവസം കൂടുന്നവരും ഞാനും പഠിക്കുന്നതേ ഉള്ളൂ. കാരണം പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്, അതെല്ലാം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ടേക്കുക. കാരണം എൻ്റെ ഇതുപോലത്തെ പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും.